കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ ടെലഗ്രാം ബാൻ ചെയ്തതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ബാൻ ചെയ്ത ടെലഗ്രാം എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ഒരുപാട് പേര് കണ്ടു, പല ആളുകളും അത് ട്രൈ ചെയ്തു. അവർക്ക് ടെലഗ്രാം ബാൻ ചെയ്തിട്ടെങ്കിലും അത് തുടർന്ന് ഉപയോഗിക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇന്നലെ, അതായത് കഴിഞ്ഞ ദിവസം ടെലഗ്രാം ആ ബാൻ പിൻവലിച്ചിട്ടുണ്ട്. അതായത് ടെലഗ്രാം നമ്മുടെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി ടെലഗ്രാം എന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, നേരത്തെ നമുക്ക് ടെലഗ്രാം ഇത്തരത്തിൽ ബാൻ ചെയ്ത സമയത്ത് നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ടെലഗ്രാം പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, കഴിഞ്ഞ ദിവസം നമ്മൾ പ്രോക്സി ഉപയോഗിച്ചുകൊണ്ട് ടെലഗ്രാം റീയൂസ് ചെയ്തിരുന്നു. അങ്ങനെ കുറേ ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു, എങ്ങനെയാണ് ഇത് ബാൻ ചെയ്തത് തിരിച്ചെത്തിയാൽ എങ്ങനെ ഇത് പഴയതുപോലെ ആക്കാൻ സാധിക്കുമെന്ന് പല ആളുകളും ചോദിച്ചിരുന്നു. ഇവിടെ ടെലഗ്രാം ഇതുപോലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ അപ്ഡേറ്റ് എന്ന് വന്ന് കാണാൻ സാധിക്കും. ഈ അപ്ഡേറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ടെലഗ്രാം അക്കൗണ്ട് തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിലും ഒരു ഫീച്ചറിന് ഇപ്പോഴും ടെലഗ്രാമിൽ ഇന്ത്യയിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ്. തിരിച്ചെത്തിയ ടെലഗ്രാമിൽ ഏത് ഫീച്ചറിനാണ് ഇന്ത്യയിൽ ഇപ്പോഴും വിലക്ക് തുടരുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഇപ്പോൾ ടെലഗ്രാം അക്കൗണ്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ടെലഗ്രാമിൻ്റെ ബാൻ നിലനിന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ നീറ്റ് എക്സാം കഴിഞ്ഞതോടുകൂടി ടെലഗ്രാം തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിലും ടെലഗ്രാമിനകത്ത് ഒരു മികച്ച ഫീച്ചർ ടെലഗ്രാമിൽ ഇപ്പോൾ ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുകയാണ്. അതായത് ടെലഗ്രാം അക്കൗണ്ടിൽ നമ്മൾ സാധാരണ മെസ്സേജ് അയക്കുന്ന പോലെ മെസ്സേജ് അയക്കാൻ സാധിക്കും, അതുപോലെ തന്നെ മെസ്സേജുകൾ സ്വീകരിക്കാൻ സാധിക്കും, അതുപോലെ തന്നെ നമുക്ക് വീഡിയോകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും, എല്ലാം ചെയ്യും. പക്ഷേ ടെലഗ്രാമിൽ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് മെസ്സേജുകൾ എഡിറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ടെലഗ്രാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നമ്മൾ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ, നേരത്തെ ഇങ്ങനെ ഒരു മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മെസ്സേജ് നമുക്കിവിടെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ മെസ്സേജ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ടെലഗ്രാമിൽ ഇപ്പോഴും തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ്. അതായത് നമുക്കിനി ടെലഗ്രാം പഴയതുപോലെ ഉപയോഗിക്കാൻ സാധിക്കും, എല്ലാ ഫീച്ചറുകളും കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അയച്ചൊരു മെസ്സേജ് നമുക്ക് വാട്സപ്പിലെ പോലെ തന്നെ അത് എഡിറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും അയച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അയച്ച മെസ്സേജ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ടെലഗ്രാമിൽ ഉണ്ടായിരുന്നു. എന്നാൽ വാട്സപ്പിൽ വന്നതിനേക്കാളും വളരെ നേരത്തെ വന്ന ടെലഗ്രാമിൽ ആ ഒരു ഫീച്ചറായിരുന്നു അത്. പക്ഷേ പുതിയ അപ്ഡേറ്റിൽ ഇന്ത്യയിൽ നിരോധനം കഴിഞ്ഞ്, അതായത് ബാൻ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ടെലഗ്രാമിൽ ആ ഒരു ഫീച്ചർ ഇന്ത്യ ജൂൺ 30 വരെ തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ അപ്ഡേറ്റ്. ജൂൺ 30 ശേഷം ആ ഫീച്ചർ നമുക്ക് തിരിച്ചു കിട്ടും എന്നാണ് അറിയുന്നത്. ജൂൺ 30 വരെ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുകയാണ്. ബാക്കി എല്ലാ സൗകര്യവും ഇനി ടെലഗ്രാമിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, നിങ്ങൾ ടെലഗ്രാം ഒന്ന് അപ്ഡേറ്റ് വന്നിട്ടുണ്ടാകും, ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. നേരത്തെ നിങ്ങൾ പ്രോക്സി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഈ അപ്ഡേറ്റ് ചെയ്യുന്നതോടുകൂടി ഇത് ഒഫീഷ്യൽ ടെലഗ്രാമിൻ്റെ അക്കൗണ്ടായിട്ട് മാറുകയും ചെയ്യും. എന്നാൽ നിലവിൽ ചില വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ടെലഗ്രാം തിരിച്ചെത്തുകയില്ല എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ടെലഗ്രാം ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്, നമുക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഈ ഒരു മെസ്സേജ് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം മാത്രം ഇപ്പോൾ എത്തിയിട്ടില്ല. ജൂൺ 30 ശേഷം അത് തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൂൺ 30 വരെ ഇന്ത്യ അത് തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.